നേതാവ് സഖാവ് ശിവജി, അതോടൊപ്പം ഉദ്ഘാടകനായിട്ടുള്ള സഖാവ് ശിവ, വഞ്ചൂർ ബാബു, പ്രിയങ്കരായിട്ടുള്ള ആദിത്യയുടെ നഗരസഭയിലെ കൗൺസിൽ അങ്ങനെ വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചു. എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇത്ര പെട്ടെന്ന് ഒരു സമരം നമ്മൾക്ക് സംഘടിപ്പിച്ചുവെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പത്രങ്ങളിൽ വളരെ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് തെരുവ് നായ്ക്കളുടെ ശല്യവുമായി ബന്ധപ്പെട്ടത്. മുനിസിപ്പാലിറ്റി ആക്ടിന്റെ 438 വകുപ്പ് പ്രകാരം നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മുഴുവൻ തെരുവ് നായ്ക്കളെയും പിടിച്ച് അതിന് ഷെൽട്ടറുകൾ ഒരുക്കി അതിന് ABC നടപടി ഉൾപ്പെടെ നടത്തേണ്ട സാഹചര്യം നിയമം അനുവദിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ പ്രധാന ആരോപണവും നഗരജനങ്ങളുടെ മുന്നിൽ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചതുമായിട്ടുള്ള പ്രധാന വിഷയം തെരുവ് നായ്ക്കളുടെ ശല്യവും മാലിന്യ സംസ്കരണവും പൂർണ്ണമായും നടത്തുവാൻ കഴിഞ്ഞ കാലങ്ങളിലെ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് ഈ നഗരത്തിന്റെ സ്ഥിതി എന്താണെന്ന് യഥാർത്ഥത്തിൽ വസ്തുതാപരമായി പരിശോധിച്ചാൽ നഗരം നാറുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നഗരത്തിൽ മാറ്റമല്ല ഉണ്ടാക്കിയത്, നഗരത്തിൽ നാറ്റമാണ് ഈ ഭരണസമിതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ബോധ്യമായതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ ശല്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ നഗരഭരണത്തിൽ നമുക്കുണ്ടായിരുന്ന ഒരു വിഷയം, ഈ തെരുവ് നായ്ക്കളെ, അപകടകരമായ തെരുവ് നായ്ക്കളെ പോലും കൊല്ലുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അപകടകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ നശിപ്പിക്കുവാനും അതുപോലെ തന്നെ ഇതിന് ഷെൽട്ടർ ഒരുക്കുവാനും ഒക്കെ വ്യക്തമായിട്ടുള്ള രേഖാമൂലമായിട്ടുള്ള ഓർഡറുകൾ വന്നിട്ടും അതിനുള്ള ശാസനകൾ വന്നിട്ടും അത് പാലിക്കാതെ കഴിഞ്ഞ നഗരഭരണത്തിന്റെ നമ്മൾ ബാക്കി ചിത്രം കാണുന്നത് ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങളിൽ റീൽസ് എടുക്കുവാൻ വേണ്ടി മാത്രം ഗിമിക്കല്ല നഗരഭരണമെന്ന് ഈ നഗരത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഈ നാട്ടിലെ ഈ BJPയുടെ ഭരണം മുന്നോട്ട് പോകുന്നത്. ചില ഗിമിക്കുകളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 6 മാസം കൊണ്ട് നിൽക്കുന്നത്. നഗരത്തിൽ ജനങ്ങൾ അറിയാത്ത പുതിയ പദ്ധതികൾ, നഗരഭരണം അറിയാത്ത പുതിയ പദ്ധതികൾ, കൗൺസിലുകൾ അറിയാത്ത, ചർച്ച ചെയ്യാത്ത പുതിയ പദ്ധതികളൊക്കെ ഒരു നിമിഷം കൊണ്ട് പ്രഖ്യാപിക്കുന്നതല്ലാതെ മുനിസിപ്പാലിറ്റി ആക്ടിൽ അടിസ്ഥാനപരമായി ഒരു നഗരത്തിൽ ചെയ്യേണ്ട കുടിവെള്ള വിഷയത്തിൽ നമുക്കറിയാം. ഈ ഭരണസമിതി സ്വീകരിച്ച നയം എന്തായിരുന്നു? ബില്ല് വാട്ടർ അതോറിറ്റിയിലാണ് അടയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് നഗരത്തിന്റെ ഭരണസമിതി പറയുന്നത്, മേയർ ഉൾപ്പെടെ പറയുന്നത് വാട്ടർ അതോറിറ്റിയിൽ പോയി ചോദിക്കണം കുടിവെള്ള വിഷയം വന്നപ്പോൾ. മാലിന്യ സംസ്കരണത്തിന്റെ വിഷയത്തിലും ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൈയൊഴിയുന്നു എന്നല്ലാതെ നമ്മൾ നോക്കിയാൽ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് പുതിയ പുതിയ അറിഞ്ഞുകൂടാത്ത പദ്ധതികൾ, ഇവിടെ കണക്കിൽപ്പെടാത്ത പുതിയ പദ്ധതികളുമായി വന്നുകൊണ്ട് ഗിമിക്ക് കാണിച്ചുകൊണ്ട് ഈ നഗരത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നിലപാടുമായാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, സ്കൂൾ തുറന്ന കാലഘട്ടമാണ്. സ്കൂളിൽ തുറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾ രാവിലെ സഞ്ചരിക്കുമ്പോൾ ഭയചകിതരായി സഞ്ചരിക്കേണ്ട സാഹചര്യമാണ്. 8000-ലധികം തെരുവ് നായ്ക്കൾ ഈ നഗരത്തിലുണ്ടെന്ന് കഴിഞ്ഞകാല കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആ 8000-ലധികം തെരുവ് നായ്ക്കളിൽ ABC നടത്തേണ്ടത് ഒരു 40-50 എണ്ണമെങ്കിലും ഒരു ദിവസം ABC ഈ നഗരത്തിൽ ചെയ്തില്ലെങ്കിൽ ഇതിനെ ശാശ്വതമായി നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. പക്ഷെ ഇന്നെന്താണ് ഇവിടുത്തെ ABCയുടെ സ്ഥിതി? ഇവിടുത്തെ ABC പ്രോജക്റ്റ് തന്നെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതിനകത്ത് 10 പോലും നായ്ക്കളെ ഇന്നിപ്പോൾ ABCയുടെ ഭാഗമായി ഇവിടെ വന്ധീകരിക്കപ്പെടുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന സംവിധാനവുമായി പോകുന്ന ഈ നഗരഭരണം അധികകാലം നീണ്ടു നിൽക്കുവാൻ സാഹചര്യമുണ്ടാകില്ല. കാരണം നഗരത്തിലെ ജനങ്ങൾ ഈ കള്ളത്തരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അടിയന്തരമായി തെരുവ് നായ്ക്കളുടെ വിഷയത്തിൽ നഗരഭരണം നഗരത്തോട് എന്താണ് പറഞ്ഞിരുന്നത്, ഈ നഗരത്തിലെ ജനങ്ങളെ എന്താണ് പറഞ്ഞത്, അത് നടപ്പിലാക്കുവാനായിട്ടുള്ള സംവിധാനവുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള സമരങ്ങളുടെ ഒരു നീണ്ട നില ഈ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനാ സമരമാണ് ഇന്നിപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സമരത്തിൽ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ അധ്യക്ഷത വഹിക്കുന്ന സഖാവ് ശിവജിക്ക് ഈ LDF കൗൺസിലർമാരുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ ഈ സമരം ഉദ്ഘാടനം ചെയ്തത് മുൻ മേയറും നഗരത്തിന്റെ LDF ലീഡറുമായിട്ടുള്ള സഖാവ് ശ്രീകുമാറാണ്. സഖാവ് ശ്രീകുമാറെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. LDFന്റെ നേതാവ് സഖാവ് വഞ്ചൂർ ബാബു ഉണ്ട്. അതോടൊപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഖാവ് സിന്ധു ശശിയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതാക്കളെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്ന മാധ്യമ സുഹൃത്തുക്കൾ ശരിയായ വിവരം നഗരത്തിലെ ജനങ്ങളെ അറിയിക്കണം. ഈ നഗരം പറ്റിക്കപ്പെട്ടിരിക്കുന്നു, നഗരത്തിലെ ജനത പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അറിയിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ സ്വാഗത പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം.